ഹായ് ഗൈസ്. മാമ വരച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യണത്. നിങ്ങൾ ഇതാരും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടണത്. ഇപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ദോശ വായിക്കത്ത് വെച്ച് മാമ പാട വരച്ചു. അപ്പോൾ ഗേസ്, എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാ അമ്മമാരും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം മൊബൈൽ കയ്യിൽ കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ അതൊരു നല്ലൊരു പ്രവണത അല്ല കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ഉള്ള നമ്മളും കൂടെ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിലൂടെ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും അവരും അറിയാതെ ആ കളിയിലൂടെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു എൻജോയ്മെൻ്റാണ്, അവർക്കും ഒരു ഹാപ്പിനെസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അവർക്കിത് പാളയിലൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ സൈക്കിളിൽ കൊച്ചു സൈക്കിളുണ്ട്, അപ്പോൾ അതിലൊക്കെ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഭക്ഷണം കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമായിട്ട് വീട്ടിനകത്ത് തന്നെ നമുക്കിപ്പോൾ കുഞ്ഞു സൈക്കിളുകളൊക്കെ ഉണ്ട്, എല്ലാവരുടെ വീടുകളിലും ഉണ്ട്. അപ്പോൾ സൈക്കിളിലൊക്കെ ഇരുത്തി കുഞ്ഞുങ്ങളെ ഒന്ന് റൗണ്ട് ചെയ്ത്, കാരണം ഇപ്പം പൊതുവേ എല്ലാവരും ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ അമ്മയായാലും അച്ഛനായാലും മൊബൈലെടുത്ത് ഒരു സൈഡിൽ പോയിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഒരു മൊബൈലെടുത്ത് കയ്യിൽ കൊടുക്കും, എന്നിട്ട് അവരത് നോക്കി ഭക്ഷണം കഴിക്കും എന്നുള്ള ഇതാണ്. പക്ഷെ അത് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂടെ നിന്നിട്ട് അപ്പോൾ ആ മൊബൈലിൽ നിന്നുള്ളൊരു ഉപയോഗം കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതാ പറയുന്നത്. ഇതിപ്പോൾ മോള് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കില്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കില്ല. അവളെ കാണുമ്പോഴേ അറിയാം ഭക്ഷണം കഴിക്കാത്ത ആളാണെന്നറിയാം, കാരണം ആളത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷേ ചില പിള്ളേർ ഇങ്ങനെ നമ്മൾ അവരോട് നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ ഇവര് ഫോൺ ടി വി കണ്ടുകൊണ്ടിരിക്കും. ഞാൻ മോനെ ഇതിൽ മണ്ണൊക്കെ കളിക്കാനേ കുറച്ച് മണ്ണെടുത്ത് അവിടെ ശരിയാക്കി വെച്ചു. മണ്ണൊക്കെ വെച്ച് അവന്മാർ കളിക്കും. വിദേശത്തുനിന്ന് ആൾക്കാർ വരുന്ന എന്തിനാണ് ഇവിടെ മണ്ണിലും ഈ കല്ലിലൊക്കെ വായ്പന്മാർ പറയുന്നത്. ഇതൊക്കെ ഇതിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ഞങ്ങൾ നവരാത്രി ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇതങ്ങ് ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുവാണ്. ഭക്ഷണം കഴിക്കത്തില്ല പുള്ളിക്കാരത്തി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ട് നടന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവളത് കഴിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ വീട്. ആ നിൽക്കുന്നത് മൂത്ത ബ്രദറിൻ്റെ വൈഫാണ്. ഇതാണ് വീടിൻ്റെ പുറമൊക്കെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇഷ്ടംപോലെ വൃക്ഷങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ കണ്ടോ, കിണറുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇത് മലയിന് കീഴിൽ നിന്ന് ശാന്തമൂല എന്ന് പറയുന്ന ഭാഗത്താണ് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. ഇത് ബ്രദറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. ബ്രദറിൻ്റെ വീടാണ്. ഒരു ഹായ് പറഞ്ഞേ. ഇത് ബ്രദറിൻ്റെ ഭാര്യയാണ്, മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരത്തി ഇവിടെ കിച്ചണിൽ വർക്കായിട്ട് രാവിലത്തെ അടുക്കള ജോലിയിൽ അങ്ങ് നടക്കുവാണ്. ഇതാണ് സഹോദരൻ്റെ വീട്ടിലെ കിച്ചൺ.
പുള്ളിക്കാരത്തി എല്ലാ സാധനങ്ങളും എല്ലാം അടുക്കി പറക്കി സെറ്റപ്പായിട്ട് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. അടുക്കളയിൽ രാവിലെ തിരക്കിട്ട ജോലിയിലാണ്. ഇതാ അതിൻ്റെ ഇടയിലാണ് എൻ്റെ വീഡിയോ പിടുത്തം. പിന്നെ അതാ മോളെ വീണ്ടും പാളയിൽ വലിച്ചുകൊണ്ട് അച്ഛൻ വരുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മോളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരാനായിട്ട്. ഇതാ 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 കഴിക്കുക ഭക്ഷണം കൂടെ കഴിക്കണം എങ്കിലേ അത് ഇതാ നിൽക്ക് അതിൻ്റെ കൂടെ ആഹാരം കൂടെ കഴിച്ചാൽ മാത്രമേ നമുക്ക് കളി ഒരു എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആഹാരം കഴിക്കാതിരുന്നാൽ പറ്റില്ല. ഇങ്ങനെയാണ് അത് വലിക്കുന്നത്. പണ്ട് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം പിന്നെ ആർക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താൽ പോലെ അതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തതാണ്. കാരണം എല്ലാവർക്കും മൊബൈൽ മാത്രം കണ്ടാൽ മതി. ആർക്കും ഇങ്ങനത്തെ കളികളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മോളുടെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. എൻ്റെ വലിയ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനെ പോകണം. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടും മകനുമാണ് അവർ വന്നിട്ട് പോകുന്നത്. ഇതെൻ്റെ മൂത്ത ചേട്ടനാണ്. ഒരു ഹായ് പറയട്ടാ ചേട്ടാ, ഹായ് പറ. ഇതാണ് ഗംഗയുടെ അച്ഛൻ. ഹായ്. ഇപ്പം ഇതാ അടുത്ത് മോളുടെ മാമി വലിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. എല്ലാവരും അതൊരു സന്തോഷമായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇപ്പം ചേട്ടത്തി അടുക്കളയിൽ ജോലിയും കഴിഞ്ഞിട്ട് മോളെ പാളയിൽ വലിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. എല്ലാവരും കൂടെ ആയിട്ട് കുഞ്ഞിനായിട്ട് നല്ല എൻജോയ്മെൻറ്റിൽ നിൽക്കുവാണ്. പാളയൊക്കെ കീറി തുടങ്ങിയിട്ടുണ്ട്. ചന്തി മുറിയാതെ നോക്കുക. കളിക്കണതിലൊന്നും കുഴപ്പമില്ല. അതെ അതെ അതെ. അതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം കൂടെ കഴിക്കണം. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഓക്കെ, നമ്മളെ ഹായ് പറ. ഹായ്. ഓക്കെ.